ഹായ് ഓൾ, ഏജിസ് ടൈമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ടോപ്പിക്കാണ്. ഇത് നമ്മൾ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ് ഫുൾ കവർ ചെയ്യും. ഇന്നത്തെ ദിവസം നമ്മൾ അടിസ്ഥാന ഘടകങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ചെറിയ ചെറിയ വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാം. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തരുമ്പം അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കൺവേ ചെയ്യാൻ. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്താണ് നെറ്റ്വർക്ക്? നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ല അതിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ മെസ്സേജ് എക്സ്ചേഞ്ച്, മോഡ് ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു അടിസ്ഥാന പ്രക്രിയയാണ് നെറ്റ്വർക്കിംഗ്. ഓക്കെ, ഒന്നോ രണ്ടോ അല്ല അതിൽ കൂടുതലോ. ഓക്കെ, ഇതിന് സോഴ്സും ഉണ്ട്, ഡെസ്റ്റിനേഷനും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നെറ്റ്വർക്കിൽ ഉണ്ടാവും. എല്ലാ രീതിയിലും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ കേസിലാണെങ്കിലും, ഇൻ്റർനെറ്റിൻ്റെ കേസിൽ വരുമ്പോൾ പ്രോട്ടോകോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ വരുന്ന വീഡിയോസുമെല്ലാം വ്യക്തമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാം. അടുത്തത് നമ്മൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഓഫ് നെറ്റ്വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അഡ്വാൻറ്റേജ് ഓഫ് നെറ്റ്വർക്കിംഗ് ആദ്യമേ ഒന്ന് പറയാം. എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി. ഇപ്പം കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ട് കാലത്ത് തുടക്കകാലത്തൊക്കെ 2G സിം യൂസ് ചെയ്തുകൊണ്ടിരുന്ന, പിന്നെ 3G ആയി, 4G ആയി, 5G ആയി. അതിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പോകാം. പിന്നെ എഫിഷ്യൻറ്റ് റിസോഴ്സ് ഷെയറിങ്, ഇതൊരു കോസ്റ്റ് കട്ടിങ് ഫാക്ടറായിട്ടും നമുക്ക് കാണാം. അതായത് നമ്മൾ ഓരോ ഓർഗനൈസേഷനിൽ നിന്ന് ഓരോ ഓഫീസിൽ ഒരു പ്രിൻ്ററാണെങ്കിൽ അനേക യൂസേഴ്സിന് ഇത് റിസോഴ്സ് ഷെയർ ചെയ്യുകയും എടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയും എല്ലാം ചെയ്യാം. കോപ്പി എടുക്കാം, സ്കാനിങ് അല്ലെങ്കിൽ ഡേറ്റ ഫയൽ ട്രാൻസ്ഫർ എന്നുള്ള കാര്യങ്ങൾ മൊത്തം ഇത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് നെറ്റ്വർക്കിംഗ്. പിന്നെ ഇമ്പ്രൂവ്ഡ് ഡേറ്റ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റോറേജ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഡേറ്റാസ് സൂക്ഷിക്കാനും പിന്നെ ഡേറ്റാസ് കൈമാറാനും ഒക്കെ ഈ നെറ്റ്വർക്കിംഗ് ഹെൽപ്പ് ചെയ്തു. പിന്നെ സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ഇപ്പം നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും എല്ലാത്തിനും. എന്ത് ടെക്നോളജി ആയിക്കോട്ടെ, അത് അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊന്ന്. പിന്നെ സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ. നമുക്ക് ഓർഗനൈസേഷൻ എന്ന് കഴിഞ്ഞാൽ എത്ര ബ്രാഞ്ചസ് ആയിക്കോട്ടെ, എവിടെ ഇരുന്നാണെങ്കിലും ഇത് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. ഫെസിലിറ്റേറ്റഡ് റിമോട്ട് ആക്സസ്. ഈ പറഞ്ഞത് തന്നെയാണ് അഡ്വാൻറ്റേജസിനെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം റിമോട്ട് ആക്സസ് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. ഒരു ലൊക്കേഷനിൽ മറ്റൊരു ലൊക്കേഷനിലേക്ക് ആക്സസ് ചെയ്യുകയും അവിടുന്ന് ഡേറ്റാസും ഫയൽസും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ആക്സസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രീം ലൈൻഡ് ഇൻഫോർമേഷൻ ഷെയറിങ്. ഇതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജിലേക്ക് പോവാം. ഡിസഡ്വാൻറ്റേജ് നമുക്ക് മെയിനായിട്ട് സെക്യൂരിറ്റി റിസ്ക് എന്തായാലും ഉണ്ടാവും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ആൻറ്റിവൈറസ് ഉള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നതിൻ്റെ റീസൺസ് ഇതാണ്. കാരണം ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് വൈറസ് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇതിനുള്ള ഒരു മാൽവെയർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പ്രക്രിയകളും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് റിസ്ക് ഫാക്ടർ തന്നെയാണ്. പിന്നെ ഡിപ്പെൻഡൻസി ഓൺ ടെക്നോളജി. ഒരുപാട് ഇപ്പോൾ ടെക്നോളജി അങ്ങ് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് പയ്യാണെങ്കിൽ അതിനനുസരിച്ച് സ്റ്റഡി ചെയ്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. എന്നാലും പെട്ടെന്നൊരു ടെക്നോളജി പെട്ടെന്ന് ബൂമാവുക. അപ്പോൾ അതിനനുസരിച്ചൊരു മാറ്റം എല്ലാ വെൻഡേഴ്സും അല്ലെങ്കിൽ എല്ലാ നെറ്റ്വർക്കിംഗ് കമ്പനീസും ഒക്കെ കൊണ്ടുവരേണ്ടി വരും. ഡിപ്പെൻഡൻ്റ് ആണ് ടെക്നോളജി. ഡേറ്റ ലോസ് സംഭവിക്കാം.
നമ്മളിങ്ങനെ ഫയൽസ് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഡിലീറ്റ് ആയി പോകും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാം. പിന്നെ നെറ്റ്വർക്ക് കൺജക്ഷൻസ് ഇഷ്യൂ. നെറ്റ്വർക്ക് കൺജക്ഷൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇനിയിപ്പം ഒരുപാട് യൂസേഴ്സ് നമ്മൾ ഉണ്ടാകും, മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാകുമ്പോൾ കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് കുറച്ച് അലൈൻഡ് ചെയ്യാമെങ്കിൽ കുറച്ച് സിമ്പിളായിരിക്കും. പക്ഷേ ഒരുപാട് നമ്പേഴ്സ് വരുമ്പം അത് അതിനൊരു സമയം നഷ്ടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻക്രീസ് മെയിൻ്റെനൻസ് റിക്വയർമെൻറ്റ്. അതായത് ഓഫീസുകളിൽ നമ്മുടെ ഹാർഡ്വെയറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എറർ ഫാക്ടർ ഫോൾട്ട് എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. ഓക്കെ. ഇനിഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് ഹൈ. തീർച്ചയായിട്ടും ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ അവിടെ കമ്പ്യൂട്ടറും എല്ലാം വാങ്ങുന്ന നല്ല കോസ്റ്റ് വരുന്നുണ്ട് തുടക്കം. അത് കഴിഞ്ഞാൽ പിന്നെ കോസ്റ്റ് കട്ടിങ് ഫാക്ടറായിട്ട് വരും. ഡിഫിക്കൽട്ടീസ് ഇൻ ട്രബിൾ ഷൂട്ടിങ്. എല്ലാ കാര്യത്തിലും നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ഒരുപാട് നെറ്റ്വർക്ക് വരുമ്പോൾ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. സിമ്പിളായിട്ടിരിക്കും, ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. ഒരുപാട് നെറ്റ്വർക്ക് ഇന്നത്തെ കാലത്ത് അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഡിഫിക്കൽട്ടീസ് ആയിരിക്കും, കുറച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടീസ് തന്നെയാണ്. ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത് നീഡ് ഓഫ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിങ്ങിൻ്റെ ആവശ്യകത നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഡഡ് വേർഷനും പിന്നെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു ഇതാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽസ്, വാട്സപ്പ്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ റിസോഴ്സ് ഷെയറിങ്. മുമ്പേ നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞ ഈ പ്രിൻ്റർ, സ്കാനർ, സ്റ്റോറേജ് ഒക്കെ ഇല്ലേ, അപ്പം ആക്സസ് ചെയ്യാം അവിടുത്തെ യൂസേഴ്സിന്. അപ്പോൾ ഒരു സിംഗിൾ ഒരു ഹാർഡ്വെയർ നമുക്ക് പല യൂസേഴ്സിന് ആക്സസ് ചെയ്യാം. അപ്പോൾ കോസ്റ്റ് കുറയും, പ്രൊഡക്ടിവിറ്റിയും കൂടും. പിന്നെ ഡാറ്റ ഷെയറിങ്. ഒരൊറ്റ നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആക്സസ് ടു ദി ഇൻ്റർനെറ്റ്. നമുക്ക് അറിയാം, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റിൽ എല്ലാ കാര്യത്തിനും ഡാറ്റാസ് എടുക്കാനും ഒക്കെ നമുക്ക് ഈസിയാണ് കുറച്ചുകൂടെ. ഞാൻ ഇൻ്റർനെറ്റിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ട്. അത് നമുക്ക് വെബിൻ്റെ HTTPS പ്രോട്ടോക്കോളും TCP ഒക്കെ വരുമ്പോൾ ഞാനത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ വരുന്ന കാര്യം റിമോട്ട് ആക്സസ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അഡ്വാൻറ്റേജസിൻ്റെ ഒരു കുറച്ച് എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഇതിൻ്റെ ആവശ്യകതയാണ്. ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകാമെന്നുള്ളതേ ഉള്ളൂ. റിമോട്ട് ആക്സസ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏത് യൂസേഴ്സിന് വേണമെങ്കിലും നമുക്ക് എവിടെ നിന്ന് ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ പോട്ടെ, ഒരു ഓർഗനൈസേഷൻ നമ്മൾ വർക്ക് ഫ്രം ഹോം കൺസെപ്റ്റൊക്കെ ഈ റിമോട്ട് ആക്സസ് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡാറ്റ ബാക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും സെക്യൂറായിട്ട് നെറ്റ്വർക്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സൊല്യൂഷൻ. അതിന് നാസ് എന്ന് പറയും, നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്. അതുകൂടാതെ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ഉണ്ട്, പക്ഷേ ക്ലൗഡിലൊക്കെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ സാൻ ഉണ്ട്, സ്റ്റോറേജ് അറ്റാച്ച്ഡ് നെറ്റ്വർക്ക്. അത് കുറച്ചുകൂടെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ആണെന്ന് ചോദിച്ചാൽ സാനാണ്, സ്റ്റോറേജ് അറ്റാച്ച്ഡ് നെറ്റ്വർക്ക്. അത് കഴിഞ്ഞ് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്, പിന്നെ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ സ്കെയിലബിലിറ്റി. നെറ്റ്വർക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്കത് ഡിവൈസ് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. ഫ്ലെക്സിബിൾ ആയിരിക്കും, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകും. സെക്യൂരിറ്റി. ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, ഫയർ വാള്, എൻഡ് പോയിൻറ്റ്സ്, ഇൻട്രൂഷൻ ഡിസ്റ്റൻഷൻ സിസ്റ്റംസ് എല്ലാം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ കുറച്ചുകൂടെ ഒന്ന് നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത ഡാറ്റ പുറത്തു പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ. പിന്നെ ഇ കൊമേഴ്സ് നമുക്ക് അറിയാം, ഓൺലൈൻ ഷോപ്പിംഗ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അത് നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് ആണെങ്കിലും പർച്ചേസ് ചെയ്യാനും അതിനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഷിപ്പിങ്ങും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാൻ പറ്റും.
എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഇ ലേണിംഗ് സിസ്റ്റവും ഓൺലൈൻ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലഘട്ടമാണ്. അപ്പം അതിൻ്റെ ഒരു വളരെയധികം ആവശ്യകത ഒരു സാധനം. പിന്നെ ഹെൽത്ത് കെയറിലാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സും അവരുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഡേറ്റാസ് സൂക്ഷിക്കണം, പേഷ്യൻറ്റിൻ്റെ ഡേറ്റാസ് കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ സ്മാർട്ട് ഡിവൈസ് IoT പോലുള്ള ഡിവൈസുകൾ, ഇൻഡസ്ട്രിയൽ ടെക്നോളജീസ്, ഓട്ടോമേഷൻ ടെക്നോളജീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നെറ്റ്വർക്കിങ്ങിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, നമ്മുടെ ഇതിൻ്റെ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇവല്യൂഷൻ ഓഫ് നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1915 നമുക്ക് ഒരു 1915 മിലിറ്ററി ഓർഗനൈസേഷനാണ് US മിലിറ്ററി റഡാർ സിസ്റ്റത്തിൻ്റെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അന്ന് അവരൊരു മോഡമൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസിന് ഉപയോഗിക്കുക. അതാണ് തുടക്കം എന്ന് വേണേൽ പറയാം നെറ്റ്വർക്കിങ്ങിൻ്റെ. അത് കഴിഞ്ഞ് 1958 മോഡം ഒരു വാണിജ്യ പർപ്പസായിട്ട് AT&T കമ്പനിയൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. പിന്നീടാണ് ARPANET വരുന്നത്. ARPANET നമ്മുടെ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ശരിക്കുള്ള ഒരു സ്റ്റഡീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. വേൾഡ് വൈഡ് അത് എങ്ങനെ ആക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി മറ്റൊരു മിലിറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയുള്ളൊരു സൊല്യൂഷനൊക്കെ അവർക്ക് കൊണ്ടുവരുന്നത്. പിന്നത്തെ കാലഘട്ടമാണ് 1917 ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾസൊക്കെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അത് 1972 ഇമെയിലൊക്കെ കണ്ടുപിടിച്ചത്. പിന്നെ 1980s DNS ഡൊമൈൻ നെയിം സർവർ സിസ്റ്റം ഒക്കെ. പിന്നെ 1990s ഇൻ്റർനെറ്റിൻ്റെ ശരിക്കുള്ള റിലേഷൻസ്, പിന്നെ .com വന്നു, പിന്നെ സോഷ്യൽ മീഡിയ, അങ്ങനെ 5G 4G എല്ലാം. അങ്ങനെ ഓരോ വർഷം ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫാസ്റ്റർ ആവും, കുറച്ചുകൂടെ സ്പീഡ്, ക്യാപ്പബിലിറ്റി, ആക്സസിബിലിറ്റി കുറച്ച് സിമ്പിളാക്കും. ഇപ്പോൾ ക്ലൗഡിൻ്റെ ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത്ര ഡേറ്റ ആക്സസ് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ കാലഘട്ടങ്ങളിൽ 1 GB/s 1 TB/s കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരും. ജസ്റ്റ് ഒന്ന് എവല്യൂഷൻ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം ഞങ്ങളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇൻ്റർനെറ്റിൻ്റെ ബേസിക് അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ IP അഡ്രസ്സ് കാര്യങ്ങൾ, TCP പ്രോട്ടോകോൾസ്, HTTP. ആ സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ് എന്ന് ഞാനിപ്പോൾ ഏകദേശം ഒരു ഐഡിയ വന്നു. ഇൻ്റർനെറ്റ് ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് സിസ്റ്റമാണ്. അത് വേൾഡ് വൈഡ് നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇൻ്റർനെറ്റ്. ഇത് ചെറിയ ഓർഗനൈസേഷനിൽ വലിയ ഓർഗനൈസേഷൻ ഏത് ആയിക്കോട്ടെ എല്ലായിടത്തും ഒരു കോമൺ ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലഘട്ടം. ഓക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നത്, നോട്ട്സ്, പിന്നെ സെർവേഴ്സ് ഒക്കെ അതങ്ങോട്ട് പോയേക്കാം. എലമെൻ്ററി ടെർമിനോളജി ഓഫ് നെറ്റ്വർക്ക്, നോട്ട്സ് വരുന്നുണ്ട്. അപ്പം നോട്ട്സ് എന്താണെന്നുള്ളത് അത് കമ്പ്യൂട്ടർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫയൽ ഷെയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിസോഴ്സ് മാത്രമാണ്. നോഡില്ലാതെ നെറ്റ്വർക്കും ഇല്ല. അപ്പോൾ എത്ര യൂസേഴ്സും ആയിക്കോട്ടെ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു ഇതിന് ടൈപ്സ് ഉണ്ട്, അതിൻ്റെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നത്. ഇതിൽ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറിൽ മറ്റേ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ. വർക്ക് സ്റ്റേഷനിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ. പിന്നെ സെർവറിനെ പറ്റി എനിക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്താൽ കൊള്ളുന്നുണ്ട്. സെർവറിന് കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയേണ്ട കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് ഞാൻ പറയുന്നില്ല.
അപ്പോൾ സെർവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെർവർ ഉണ്ടാവും. അപ്പം മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ട്. അവിടുത്തെ ഡേറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആ ഓർഗനൈസേഷൻ്റെ എവിടെ നിന്നാണെങ്കിലും ലോകത്ത് എവിടെ നിന്നാണെങ്കിലും ആ ഓർഗനൈസേഷൻ്റെ സെർവറിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഇൻ്റർനെറ്റിന് സഹായം അല്ലെങ്കിൽ റിമോട്ട് ആക്സസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇത് ഡേറ്റ സെർവ് ചെയ്യാമെന്ന് പറയാം. നല്ല ഡേറ്റ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ERP ആയിക്കോട്ടെ, വാട്ടെവർ. അതിനകത്ത് ആ സെർവർ എന്തിനാണോ മെയ്ഡ് ചെയ്ത് അതിനനുസരിച്ച് ഓർഗനൈസേഷൻ അത് യൂസ് ചെയ്യും. സെർവറിന് 2 ടൈപ്പ് ഉണ്ട്. നോൺ ഡെഡിക്കേറ്റഡ് സെർവർ ഉണ്ട്, ഡെഡിക്കേറ്റഡ് സെർവർ ഉണ്ട്. ഡെഡിക്കേറ്റഡ് സെർവർ ഒരു ഓർഗനൈസേഷൻ അവരുടെ കമ്പനിക്ക് വേണ്ടി മാത്രമായിട്ട്, പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ കമ്പനി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് റിസോഴ്സാണ്. ഓക്കെ, നോൺ ഡെഡിക്കേറ്റഡ് സർവീസ് അത് ഷെയർഡ് ആയിരിക്കും. അപ്പോൾ പലർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അതിന് പ്രത്യേകം നമുക്ക് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് ഡെഡിക്കേറ്റഡ് ആണെന്ന് വേണേൽ പറയാം. പക്ഷെ അത് ഷെയർഡാണ്. അതുകൊണ്ടാണ് നോൺ ഡെഡിക്കേറ്റഡ് സെർവർ എന്ന് നമ്മൾ. പിന്നെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് യൂണിറ്റ്, NIU, നെറ്റ്വർക്കിൻ്റെ ടെക്നോളജിയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതായത് സെർവറും വർക്ക് സ്റ്റേഷനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ, NIU. ഇതിന് മറ്റൊരു പേരുണ്ട്, ടാപ്പ്, ടെർമിനൽ ആക്സസ് പോയിൻ്റ് എന്ന് പറയും. പിന്നെ MAC അഡ്രസ്. ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്കാണ്. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാം. ഒരു നെറ്റ്വർക്കിംഗ് ടെക്നോളജി ആണല്ലോ. അപ്പം ഇത് മാത്രമല്ല, ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, DNS അങ്ങനെയുള്ള. പക്ഷേ MAC അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിക്ക് ഫിസിക്കൽ അഡ്രസ്സാണ്. അത് NIC മുമ്പേ പറഞ്ഞില്ലേ കാർഡ്, അവർ തന്നെയാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറയാം. അത് കഴിഞ്ഞ് OSI മോഡൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വരുന്ന ദിവസം അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുക ഇനിയുള്ള. ഓക്കെ, താങ്ക് യു.